നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എങ്ങനെയാണ് നമ്മളായിരിക്കുന്ന ബന്ധങ്ങളിൽ അൺനെസസറി ഫൈറ്റ്സ് എങ്ങനെ ഒഴിവാക്കാം? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെ അൺനെസസറി ഫൈറ്റ്സ് ഒക്കെ ഒഴിവാക്കാം, ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത്. എല്ലാ ഫൈറ്റ്സൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല എങ്കിലും ഒക്കേഷണലായിട്ട് നടക്കുന്ന ചില വഴക്കുകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒക്കേഷണൽ ആർഗ്യുമെൻറ്റ്സും കോൺഫ്ലിക്ട്സും എല്ലാം ബന്ധങ്ങളിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ അതൊരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റിംഗ് എപ്പോഴും ഒരു അൺഹെൽത്തി ആയിട്ട് മാറാറുണ്ട്. മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കി മാറ്റുകയും ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടിട്ടാണ് നിസ്സാര കാര്യങ്ങൾ പോലും ആർഗ്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ മാറുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും നമ്മുടെ പങ്കാളിയെ നിരന്തരം ബ്ലെയിം ചെയ്യുകയും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഒരിക്കലും അവസാനമില്ലാത്ത ഒരു ഫൈറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വഴക്കായിട്ട് മാറുകയും ചെയ്യാറുണ്ട്? പലപ്പോഴും ഹാംലെസ് എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും ഗ്രാജ്വലി ഫൈറ്റ്സിന് കാരണമാവാറുണ്ട്. നമ്മൾ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പല വ്യക്തികളും നമ്മളോട് പറയാറുണ്ട്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഫൈറ്റ് ചെയ്യും, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ. അപ്പോൾ അതിനുള്ള ഉദാഹരണം എങ്ങനെയാണ് ഈ ഫ്രീക്വൻറ്റ് ഫൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺസ്റ്റൻറ്റ് കറക്റ്റിംഗ്. നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നീ ഇത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു മൈക്രോ മാനേജിങ്, കറക്റ്റിംഗ് ഓൾ ദ ടൈം, അല്ലെങ്കിൽ ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻസസ്, അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പുറകിൽ നിന്നിട്ടുള്ളൊരു ചെറുതരം ഒരു കുത്തി പറയുന്ന ഒരു രീതി. മേക്കിംഗ് ഫേസസ് വെൻ യുവർ പാർട്ട്ണർ സേ സംതിങ്. നമ്മളൊരു കാര്യം തുറന്നു പറയുമ്പോൾ നീ അങ്ങനെയായിരിക്കുമല്ലോ, നമ്മുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടിട്ട് തന്നെ നമ്മൾ അവരെ മോക്ക് ചെയ്യുക അല്ലെങ്കിൽ കളിയാക്കുക. ഇഗ്നോറിങ് പാർട്ട്നേഴ്സ് നീഡ്, അതൊരു എന്താ പറയുക, മറ്റുള്ളവരുടെ നമ്മുടെ പാർട്ട്ണറിൻ്റെ നീഡ്സ് മനസ്സിലാക്കിയിട്ടും അത് ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതിയിൽ. പാസീവ് അഗ്രസീവ് മംപ്ലിംഗ് ആൻഡ് കമൻസ്, അതായത് അവർ ചെയ്യുന്ന പല കാരണങ്ങളിലും അല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു ചെറിയൊരു അഗ്രസീവായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമൻറ്റ് പറയുക, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരുടെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. ഇതൊക്കെ ഒരു ഫ്രീക്വൻറ്റ് ഫൈറ്റിലേക്ക് എത്തിക്കാവുന്ന കാരണങ്ങളാണ്. എന്നാൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ, അത് പോസസീവ്നെസ് ആവട്ടെ, അല്ലെങ്കിൽ നെഗ്ലക്റ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ അബ്യൂസീവ് റിലേഷൻഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ്, പുവർ കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ളൊരു പാരൻറ്റിങ്ങിൻ്റെ രീതിയിൽ, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ്, ഇതെല്ലാമാണ് ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ഒരു പാർട്ട്ണറുമായിട്ട് ഫൈറ്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു കോൺസ്റ്റൻറ്റ് ഫൈറ്റ് അല്ലാതെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ആ റിലേഷൻഷിപ്പ് പോവേണ്ടതും എങ്ങനെയാണ് ആ വഴക്കുകളെ മാനേജ് ചെയ്യേണ്ടതും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ടിപ്സ് ടു സ്റ്റോപ്പ് കോൺസ്റ്റൻറ്റ് ഫൈറ്റിംഗ് ഇൻ റിലേഷൻഷിപ്പ്. ഫസ്റ്റ്, ലേൺ അവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആൻഡ് ലവ് ലാംഗ്വേജ്. പങ്കാളികൾ തമ്മിലുള്ള ബന്ധം സ്ട്രെങ്ത് ചെയ്യുന്നതിൻ്റെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പങ്കാളി ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ലവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ തരത്തിലാവണം സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ലവ് ലാംഗ്വേജസും അല്ലെങ്കിൽ ലവ് പാത്വേസും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ പാർട്ട്ണറിൽ നിന്ന്. അപ്പോൾ അത് ഗ്രാജ്വലി അവർ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയും അവർ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക. എനിക്ക് ഇന്നത് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നെക്സ്റ്റ്, ലേൺ അവർ ട്രിഗേഴ്സ്, പോയിൻറ്റ്സ് ആൻഡ് ഡിസ്കസ് ദം. അല്ലെങ്കിൽ പതിവായി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒരുപക്ഷെ ചില പോയിൻറ്റ്സ് ആയിരിക്കാം, വേർഡ്സ് ആയിരിക്കാം, ആക്ഷൻസ് ആയിരിക്കും, ചില ഈവൻറ്റ്സ് ആയിരിക്കാം, മാത്രമല്ല ചില കമൻസുകളായിരിക്കാം, ചില കോംപ്ലിമെൻ്ററികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചെറിയ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആവാം. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ട്രിഗർ ചെയ്യാം. ഒരുപക്ഷെ സ്പെഷ്യലി മറ്റൊരാളുടെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസിൻ്റെ മുമ്പിൽ വെച്ചോ ഒക്കെ ഇത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇത് ട്രിഗേർഡ് ആവുകയും പിന്നെ പലപ്പോഴും ബന്ധങ്ങൾക്കിടയിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പരസ്പരം ഇത്തരം ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പാർട്ട്ണറിന് അത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എങ്കിൽ നമ്മളത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. ക്രിയേറ്റ് times for each other to focus on improving the relationship.
ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സമയം കണ്ടെത്തുക. അപ്പം നമ്മൾ വിചാരിക്കരുത് കല്യാണം കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ കുട്ടികളായതിനു ശേഷം ഇനി എന്തിന് അതിനൊരു സമയം കണ്ടെത്തണം എന്നുള്ളതല്ല. ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നർച്ചർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കുന്നതിനും നമ്മൾ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സമയം കണ്ടെത്തുക. സ്കെഡ്യൂൾഡ് ഡേറ്റ്സ്, അല്ലെങ്കിൽ നമുക്കൊരു സമയം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഡേറ്റിങ്ങിന് പോകാനോ അല്ലെങ്കിൽ അവനവൻ മറ്റുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ പാർട്ട്ണറിന് ഒരു സർപ്രൈസ് കൊടുക്കാനും അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് കൊടുക്കാനും അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സമയം സ്കെഡ്യൂൾ ചെയ്ത് അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹാവ് എ സേഫ് വേർഡ്, എ വേർഡ് ടു എൻഡ് എ പൊട്ടൻഷ്യൽ ഫൈറ്റ്. അതായത് ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യപ്പെടും എന്ന് അറിയുന്ന വേർഡ്സുകളൊന്നും നമ്മുടെ പാർട്ട്ണറിനോട് പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഹേർട്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പങ്കാളിയെ അറിയിക്കുന്നതിനായി രണ്ടുപേരും പരസ്പരം ആലോചിച്ച് ഒരു സേഫ് വേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ആർഗ്യുമെൻറ്റ്സിൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ പലപ്പോഴും പല സെൻറ്റൻസുകളും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്കൊരു ഹേർട്ട് ആവുന്നുണ്ട് എങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു സേഫ് ആയിട്ടുള്ള വേർഡ് കണ്ടെത്തുക. ഒന്നില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ്, ഇതിവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ഐ നീഡ് എ സ്പേസ്, ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അങ്ങനെയായിട്ടുള്ള ഒരു സേഫ് വേർഡ് ഫൈറ്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഫൈറ്റ് തുടങ്ങും എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു പാർട്ട്ണറെ അവെയർ ആക്കുകയും കുറച്ചും കൂടി അലേർട്ടിലേക്ക് വരികയും ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് ഫൈറ്റിലേക്ക് പോയേക്കാം എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഒന്ന് സ്പേസ് എടുത്ത് പിന്നീട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡിസ്കഷനിലേക്ക് പോകാനായിട്ട് ഇത് നമ്മളെ സഹായിച്ചേക്കും. അപ്പോൾ ഫൈൻഡ് ഔട്ട് യുവർ സേഫ് വേർഡ്. സ്കെഡ്യൂൾ എ ടൈം ടു റിഫ്ലക്റ്റ് ഓൺ കോൺഫ്ലിക്റ്റ്. പലപ്പോഴും ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്ത് കളയാണ്. അതിന് സൊല്യൂഷൻ കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും പലപ്പോഴും എന്നിട്ട് പാർട്ട്നേഴ്സ് ഇത്തരം ഫൈറ്റുകളുടെ വേദനകളും വിഷമങ്ങളും സപ്രസ് ചെയ്ത് ഒരു വൂണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ട്രോമയായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ സമയം കണ്ടെത്തി എന്തുകൊണ്ടാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടായത്, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമായിരുന്നു, എങ്ങനെയാണ് ഗ്രാജുവലി ആ കോൺഫ്ലിക്ട്സിനെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകൾ സാധാരണയായി കോൺഫ്ലിക്ട്സിലോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഭാവിയിൽ ഇത്തരം കോൺഫ്ലിക്ട്സിലോട് നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഹെൽപ്ഫുൾ മാർഗം എന്ന് പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഫൈറ്റ് ഉണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പരസ്പരം സ്നേഹം തന്നെ മറന്നു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും കുട്ടികളുടെ മുമ്പിൽ വെച്ചും നിരന്തരം ഫൈറ്റ് ചെയ്യുന്ന ഒരു പേരൻസ് ആണ് അല്ലെങ്കിൽ കപ്പിൾസ് ആണ് എങ്കിൽ ഗെറ്റ് എ പ്രൊഫഷണൽ ഹെൽപ്പ്. മേ ബി ദേ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. താങ്ക് യു.